എന്തൊക്കെ തെളിവുണ്ടായാലും ശരി, ഒരു കുറ്റവാളിയും താൻ തന്നെയാണ് കുറ്റം ചെയ്തതെന്ന് അങ്ങനെയൊന്നും സമ്മതിക്കാറ് പതിവില്ല. അതുപോലെയല്ലേ ബാബുവും പറഞ്ഞത് മുറിയിൽ ചെന്നപ്പോൾ കണ്ടത് തൂങ്ങിക്കിടക്കുന്ന അശ്വതിയാണെന്ന്? അല്ല സർ, ഞാൻ പറഞ്ഞത് സത്യമാണ് സർ. പോലീസ് വേഷത്തിൽ വന്ന് ബാബുവിനെ ആക്രമിച്ചവരാരൊക്കെയാണ്? അതിലൊരാളെ ഞാൻ അറിയും സർ. അവൻ കോട്ടയം മാർക്കറ്റിലെ ഒരു റൗഡിയാണ്, വർഗീസ്. ആരാ അവരെ അയച്ചത്? അറിയില്ല സർ. വിശ്വമാണോ? ദേശത്തെ ആ വീടെന്തിനാ മാറിയത്? പോലീസ് വിശ്വത്തെ സംശയിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. താമസിയാതെ അവർ എന്നെയും തേടിയെത്തുമെന്ന് ഭയന്നാണ്. അതോ തെളിവില്ലാതാക്കി തീർക്കാൻ വേണ്ടി വിശ്വം നിങ്ങളെയും വകവരുത്തും എന്ന് ഭയന്നിട്ടാണോ? അതല്ലേ ഇന്നലെ രാത്രി സംഭവിച്ചത്? സർ, വിശ്വം വന്നിട്ടുണ്ട്. വിക്രം, ഹലോ മിസ്റ്റർ വിശ്വം, ഐ എം സേതുരാമയ്യർ. പ്ലീസ് മീറ്റ് യു. സിറ്റ് ഡൗൺ പ്ലീസ്. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഞാൻ വിശ്വത്തിന്റെ പല പടങ്ങളും പല വട്ടം കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഐ എം യുവർ ഫാൻ. നമ്മൾ തമ്മിൽ ഒരുപാട് ചോദ്യോത്തരങ്ങളൊന്നും വേണ്ട, അതുപോലെ വാചക കസർത്തും. അശ്വതി മരിച്ച ദിവസം രാത്രി ബാബു വന്ന് നിങ്ങളോട് എന്താ പറഞ്ഞത്? വിക്രം. ഹീറോ സാറേ, ഇനി ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. എല്ലാ തെളിവുകളും ഭദ്രമാക്കിയതിന് ശേഷമാണ് ഹീറോയെ വിളിപ്പിച്ചത്. അതുകൊണ്ട് ഉള്ള കാര്യം മണിമണികൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താട്ടെ. ബാബു വന്ന് നിങ്ങളോട് എന്ത് പറഞ്ഞെന്നാ ഞാൻ ചോദിച്ചത്. ബാബുവിനെ കൊല്ലാൻ ആളെ അയച്ചത് വിശ്വമാണോ? ആരാ പോലീസിന്റെ വേഷത്തിൽ പോകാനുള്ള ഐഡിയ പറഞ്ഞു തന്നത്? ചാക്കോ, സർ, എനിക്ക് എന്റെ അഡ്വക്കേറ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. വക്കീലിനെയൊക്കെ പിന്നെ കാണാം. എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണം. വിക്രം, സർ, വിരലിലെണ്ണാവുന്ന സത്യമേ ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഈ പറയുന്നത് മുഴുവൻ സത്യമാണ്. ഇനി ഈ കേസിൽ അശ്വതി ആത്മഹത്യയാണ് ചെയ്തതെന്ന് തെളിഞ്ഞാലും ശരി, ഞാൻ ശിക്ഷിക്കപ്പെടും. അശ്വതിയെ കൊല്ലാൻ ആസൂത്രണം ചെയ്തതിന്, ശ്രമിച്ചതിന്, പ്രതിഫലം വാങ്ങിയതിന്, കുറ്റം ഒളിച്ചു വെച്ചതിന്. മറിച്ച് കൊലപാതകമാണെന്ന് തെളിഞ്ഞാലും ഇപ്പോഴുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊന്നില്ലെങ്കിലും ഞാൻ കൊലയാളിയാവും. കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത ഒരു കൊലക്കുറ്റത്തിന് ഒരു വാടക കൊലയാളിക്ക് തൂക്കുകയറിൽ കുറഞ്ഞ ഒരു ശിക്ഷയില്ലെന്നും എനിക്കറിയാം. സാർ എന്നോട് ദയവ് കാണിച്ചാൽ ഈ മരണത്തിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ കഴിയും. കൺഗ്രാജുലേഷൻസ് ചെയ്തു. പറഞ്ഞു നിങ്ങൾ പ്രവർത്തിച്ചു. ഒരു സ്പിരിറ്റിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് എന്നെ അന്തസ്സോടെ യാത്ര അയക്കണമെന്ന്. അക്ഷരാർത്ഥത്തിൽ തന്നെ നിങ്ങളത് നിർവഹിച്ചു. നിങ്ങളെക്കുറിച്ച് ഏറ്റവും നല്ല റിമാർക്സ് നിങ്ങളുടെ സർവീസ് റെക്കോർഡ്സിൽ എഴുതാൻ ഞാൻ മറക്കില്ല. വൺസ് അഗെയിൻ ഐ കൺഗ്രാജുലേറ്റ് യു. വാട്ട് ഹാപ്പൻ ടു മിസ്റ്റർ സേതു? സംതിങ് റോങ്? ഐ എം സോറി സർ. അന്തസ്സോടെ സാറിന് യാത്ര അയക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കിട്ടിയിട്ടുള്ള എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ
ബാബുവാണ് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കിയെന്ന് തെളിയിക്കാൻ സാധ്യമല്ല. വാട്ട് ഡു യു മീൻ? സേതു എന്താണ് ഈ പറയുന്നത്? കൊന്നവനെ കിട്ടി, കാശ് കൊടുത്ത് കൊല്ലിച്ചവനും കിട്ടി. അതിനുള്ള മറ്റു തെളിവുകളുണ്ട്. ഇനി എന്ത് തെളിവാണ് വേണ്ടത് സേതു? ബാബു മുറിയിൽ കയറിയപ്പോൾ കണ്ടത് കെട്ടിത്തൂങ്ങി കിടക്കുന്ന അശ്വതിയാണ്. അവൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചോ? ഏത് കുറ്റവാളിയുണ്ട് സേതു ഈ ലോകത്ത് ചോദിച്ചുകൊണ്ട് കുറ്റം സംഭവിക്കുന്നതായിട്ട്? ബാബു നിങ്ങളുടെ കാൽ വീണ് കരഞ്ഞു പറഞ്ഞോ അവൻ കൊന്നില്ലെന്ന്? അതോ വിശ്വത്തിന്റെ ഗ്ലാമറിലും പ്രതാപത്തും നിങ്ങൾ മയങ്ങി വീണോ? സാർ, സേതുരാമയ്യർ ഈസ് നോട്ട് ദാറ്റ് ചീപ്പ്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് സാർ തീരുമാനിക്കും. സാറിന്റെ സബോർഡിനേറ്റ് വിശ്വത്തിന്റെ ഗ്ലാമറിലും പ്രതാപത്തിലും മയങ്ങിപ്പോയെന്ന്. ബാബു പറഞ്ഞത് ഒരു തരുമ്പും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അവനത് ചെയ്യില്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. സാറിനറിയാമോ, അശ്വതി മരിച്ച ദിവസം അവളുടെ പെട്ടിയിൽ അവളുടെ ആഭരണങ്ങൾ കൂടാതെ 50,000-ലേറെ രൂപയുണ്ടായിരുന്നു. കൂടാതെ അവളുടെ ദേഹത്വ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും കളവ് പോയിട്ടില്ല. ബാബു ഒരു പ്രൊഫഷണൽ ക്രിമിനലാണ്, കള്ളനാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. അശ്വതിയെ കൊല്ലാമെന്നേറ്റതും പണത്തിന് വേണ്ടി തന്നെയാണ്. കുറ്റവാളികളുമായി ഞാൻ ഇടപെടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതുകൊണ്ട് തന്നെ അവരുടെ മനഃശാസ്ത്രം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബാബു അവളെ കൊന്ന് കെട്ടിത്തൂക്കിയിരുന്നെങ്കിൽ ആ മുറി അരിച്ചു പെറുക്കാതെ അവനോടൊന്ന് പോവില്ല. ബാബു മുറിക്കാത്ത കാര്യപ്പോൾ അവളുടെ ശവം കണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞത് സംഭവിക്കാമല്ലോ. എന്നിട്ടെന്താ ബാബു ഒന്ന് മോഷ്ടിക്കാഞ്ഞത്? ദാറ്റ് വാസ് എ ഡിഫറന്റ് സിറ്റുവേഷൻ. അവൻ അകത്ത് കയറിയത് അശ്വതിയെ കൊല്ലാൻ, കണ്ടത് അവളുടെ ശവവും. ആ അൺഎക്സ്പെക്ടഡ് ഷോക്കിൽ അവൻ ആകെ അപ്സെറ്റ് ആയി കാണും. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് കരുതി ഓടി ഒളിച്ചു കാണും. രണ്ട് സിറ്റുവേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് സർ. അതുപോലെ മറ്റൊരാളുടെ സഹായം കൂടാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കാനാവില്ല. അയാൾക്കൊരു സഹായം ഉണ്ടായിരുന്നെങ്കിൽ? ഉള്ള കാര്യം നമുക്കറിയില്ലല്ലോ, അതിന് തെളിവുമില്ല. അപ്പൊ ആ ആളെ കിട്ടിയില്ലെങ്കിൽ ഈ കേസ് തെളിയില്ലേ? ദാറ്റ് ഐ ഡോണ്ട് നോ. സർ, വളരെ സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരല്പ അന്തസ്സിന് വേണ്ടി നമ്മൾ ഇത്ര ധൃതി വെക്കണോ? അതോ പൂർണ്ണമായ തെളിവ് ലഭിക്കുന്നവരെ വെയിറ്റ് ചെയ്യണോ? മതി സേതു, യു ടേക്ക് യുവർ ഓൺ ടൈം. അന്ന് മദ്രാസിൽ നിന്ന് കൊണ്ടുവന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട് സർ. വിക്രം, സർ. അശ്വതിയുടെ ആൽബം ഒക്കെ നോക്കിയോ? നോക്കി സർ. എന്നിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ? ഇല്ല. ഈ ആൽബത്തിലൊന്നും അവർ സാരി ഉടുത്ത ഒരൊറ്റ ഫോട്ടോഗ്രാഫ് പോലുമില്ല. വിക്രം, ആ ആൽബം എടുത്ത്. ഈ പെട്ടിയിലും സാരി ഒന്നും കാണുന്നില്ലല്ലോ. ഇതാരാണെന്നറിയാമോ? അശ്വതിയുടെ ആയയാണ് സർ. അവരിവിടെ തന്നെ ഉണ്ടല്ലോ. ഉണ്ട് സർ. സാറ് പറഞ്ഞ അനുസരിച്ച് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ആരും നമ്മളോട് പറയാതെ സ്ഥലം വിടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. അവരെ പോയി വേഗം കൂട്ടിക്കൊണ്ടോ. സർ. ഹലോ, അതെ. ആ, DIG ആണോ? ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ് സർ? പ്രൊഡ്യൂസർ തോമസിനെ കിട്ടിയിട്ടുണ്ട്. ഓ, കിട്ടിയോ? ഇപ്പൊ എവിടെയാണ് സർ? കോട്ടയത്ത് കസ്റ്റഡിയിലുണ്ട്. ഓഹോ, അയാളെ രാവിലെ ഒന്ന് ഇവിടെ എത്തിച്ച് കിട്ടിയ തിരക്കേടില്ല സർ. യു സെൻഡ് സംബഡി. ഓ, താങ്ക് യു സർ. എത്ര വർഷമായി നിങ്ങൾ അശ്വതിയുടെ ആയയായിട്ട്? 3 വർഷം കഴിഞ്ഞു. അശ്വതിക്ക് സ്വന്തക്കാരെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? അമ്മ ഉണ്ടായിരുന്നു. അവർ 5-6 വർഷം മുമ്പ് മരിച്ചു. ഏതുതരം വസ്ത്രങ്ങളാണ് അശ്വതി സാധാരണ ഉപയോഗിക്കാറ്? മോഡേൺ വസ്ത്രങ്ങളാണ് അശ്വതിക്ക് ഇഷ്ടം. സാരി ഉപയോഗിക്കാറില്ലേ? ഇല്ല, ഉപയോഗിക്കാറേ ഇല്ല. സിനിമയിൽ ഉപയോഗിക്കും, അല്ലാതെ സാരി ഉടുത്ത് കണ്ടിട്ടേ ഇല്ല. ഇത് അശ്വതിയുടെ സാരിയാണോ? അല്ല. പിന്നെ അവരെങ്ങനെ ഇതിൽ കെട്ടിത്തൂങ്ങി? എനിക്കറിഞ്ഞൂടാ സാർ. ഇനി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കമ്പനിക്കാർ കൊടുത്ത സാരിയാണോ ഇത്? അല്ല സാർ, അശ്വതി അവസാനമായി അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയിൽ മുഴുവൻ മോഡേൺ ഡ്രസ്സുകളാണ്.
സാരി ഉടുത്ത സീനേ അതിലില്ല. ഇറ്റ്സ് എ ന്യൂ സാരി. ലേബൽ മുഴുവൻ കീറി പോയിട്ടില്ല. ഈ സാരി അശ്വതിയുടെ മുറിയിൽ എങ്ങനെ വന്നു? ഇനി കൊന്നയാൾ അശ്വതി സാരി ഉടുക്കില്ല എന്നറിഞ്ഞ് കയ്യിൽ കൂടെ കൊണ്ടുവന്നതാണോ? അതോ കൊന്നതിന് ശേഷം മുറിയിൽ സാരി ഇല്ല എന്നറിഞ്ഞ് പുറത്തുനിന്ന് വാങ്ങിയതാണോ? അതെങ്ങനെയാ സാർ? അശ്വതി മരിച്ചത് രാത്രി 9 മണിക്ക് ശേഷമാ. ആ സമയത്ത് തുണിക്കട. Yes, you are right. That's the point. താങ്ക് യു സാർ. എനിവേ, ഈ സാരി അശ്വതിയുടേതല്ലാത്ത സ്ഥിതിക്ക് പുറത്തു നിന്ന് വാങ്ങിയതാണെന്നത് തീർച്ച. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് വാങ്ങി, ആര് വാങ്ങി, എപ്പോൾ വാങ്ങി, അത് കണ്ടുപിടിക്കണം. വളരെ ബുദ്ധിമുട്ടേണ്ടി വരുമെന്നറിയാം, എങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ. വിക്രം. സാർ, ഈ സാരി ഇവിടുന്ന് വാങ്ങിയതല്ല സാർ. ഇത് വളരെ ചീപ്പ് ക്വാളിറ്റിയാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ ഈ കടയിൽ വാങ്ങി വെക്കാറില്ല. രാത്രി 9 മണിക്ക് ശേഷം തുറന്നിരിക്കുന്ന ഏതെങ്കിലും തുണിക്കട ഇവിടെ ഉണ്ടോ? 9 മണിക്ക് ശേഷമോ? ഇല്ല സാർ. എല്ലാ കടയും 8:30 മണിക്ക് ശേഷം അടയ്ക്കും. എന്നാ പറട്ടെ. ആ സാർ, ആ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിനകത്തൊരു കടയുണ്ട്. അത് 9 മണിക്ക് ശേഷം തുറന്നിരിക്കും. എവിടെന്നാ സാരി വാങ്ങിച്ചത്? ബസ് സ്റ്റാൻഡിനകത്തുള്ള കടയിൽ നിന്ന്. ഉറപ്പാണോ? കടക്കാരൻ സമ്മതിച്ചു സാർ. ഇതാണ് സാർ. ഹലോ, ഈ സാരി വാങ്ങിയ ആളാരാണെന്ന് അറിയാമോ? അതറിയില്ല സാർ. ആളിന്റെ മുഖം ഓർമ്മയുണ്ടോ? കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ? കണ്ടാ തിരിച്ചറിയാം. എത്ര മണിക്കാ ഇത് വാങ്ങിയത്? ഒരു 9 വരെ കാണും. നിങ്ങൾ ഇവിടെ തന്നെ കാണുമല്ലോ എപ്പോഴും? ഞാൻ ഇവിടെ തന്നെ കാണും സാർ. ഇപ്പോ ഒരു കാര്യം വ്യക്തമായി. സാരി പിന്നീടാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നീടെന്ന് പറഞ്ഞ മരിച്ചതിന് ശേഷം. നാളെ തന്നെ ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡിനുള്ള ഏർപ്പാട് ചെയ്യണം. സർ. നമ്മൾ സംശയിക്കുന്ന എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തണം. സർ. ആ നിൽക്കുന്ന കൂട്ടത്തിൽ സാരി വാങ്ങിയ ആളുണ്ടോ നോക്കണം. തിരിച്ചറിഞ്ഞാൽ നേരെ വന്ന് എന്നോട് പറഞ്ഞാൽ മതി. അല്ലാതെ അയാളോട് ചോദിക്കാനോ സംസാരിക്കാനോ ഒന്നും പോരുത്. പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. പോയിക്കോളൂ.
ഈ കൂട്ടത്തിൽ എന്റെ കടയിൽ നിന്ന് സാരി വാങ്ങിയ ആളില്ല സാർ. തീർച്ചയാണോ? അതെ. വീണ്ടും ഒരു കാര്യം കൂടെ വ്യക്തമായിരിക്കുന്നു സർ. അശ്വതിയെ കൊന്നത് ഇവരിൽ ആരെങ്കിലും ആണെങ്കിൽ തന്നെ തീർച്ചയായും നമ്മൾ അറിയാത്ത ഒരു സഹായി ഉണ്ടായിരുന്നിരിക്കണം കൂടെ. അയാളായിരിക്കും കടയിൽ നിന്ന് സാരി വാങ്ങിയത്. ആരായിരിക്കും ആ സഹായി? സർ, നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ വന്നിരുന്നു. ആ. മോഹൻ അവിടേക്ക് വിളിച്ചിരുന്നെന്നും പറഞ്ഞു. ഏത് മോഹൻ? പ്രൊഡ്യൂസർ മോഹൻ, അശ്വതിയുടെ. ഓ, നമുക്ക് അയാളുടെ വീട് വരെ ഒന്ന് പോവാം. യെസ് സർ. മോഹൻ എന്ന് എപ്പോഴാ അശ്വതിയുമായി പിരിഞ്ഞത്? ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല സാർ. ഒരു 9 മണിയായി കാണുമെന്നാ തോന്നുന്നത്. അശ്വതി ആരെങ്കിലും ഭയപ്പെടുന്നതായോ വല്ലതും പറഞ്ഞോ? ഇല്ല, അശ്വതി അങ്ങനെ ഭയപ്പെടുന്ന കൂട്ടത്തിലല്ല. ഷീ ഈസ് വെരി ബോൾഡ്. എക്സ്ക്യൂസ് മീ. ഹലോ. അതെ, അച്ഛൻ വന്നില്ലല്ലോ. ഉടനെ വരും. ശരി, പറയാം. അന്ന് മോഹൻ അശ്വതിയുടെ മുറിയിൽ ഇരുന്നപ്പോ ആരുടെയെങ്കിലും ഫോൺ വന്നിരുന്നോ? വന്നിരുന്നു. ആരാ വിളിച്ചത്? അതറിയില്ല സാർ. സംസാരിക്കുന്നതിന് മുമ്പ് ലൈൻ ഡിസ്കണക്ട് ആയി. എത്ര മണിക്കാ ഫോൺ വന്നത്? ജസ്റ്റ് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ്. കാള് വീണ്ടും വന്നോ? ഇല്ല, ഞാൻ ഇറങ്ങുന്നവരെ വന്നില്ല. വിക്രം, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ഹലോ, ഇതാണച്ചാ. എനിക്ക് മനസ്സിലായി. മിസ്റ്റർ സേതുരാമയ്യർ അല്ലേ? അതെ. നമ്മൾ നേരിട്ട് കാണുന്ന ഇപ്പോഴാണെന്നേ ഉള്ളൂ. ഓമന കൊലക്കേസ് നിങ്ങളുടെ പെർഫോമൻസ് അത്യുഗ്രമായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. CBI അച്ഛൻ്റെ ഒരു പഴയ ക്ലയന്റാ. അതെ, അവർക്ക് വേണ്ടിയിട്ട് പല കേസിലും ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റനിങ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു വരുന്നു. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ. മോഹൻ. വിക്രം സർ, നമുക്ക് ആ ഹോട്ടലിലെ ടെലിഫോൺ ഓപ്പറേറ്റർ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. അതുകൊണ്ട് പ്രയോജനമുണ്ടോ സർ? പെന്നിക്ക് എങ്ങനെ മനസ്സിലായി വന്ന കോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെന്ന്? റിസീവറിലൂടെ റെയിൽവേ അനൗൺസ്മെന്റ് കേട്ടു സർ. ഓ, പബ്ലിക് കോളിൽ നിന്നാണോ വിളിച്ചത്? ആയിരിക്കും സർ. എന്താ ചോദിച്ചത്? അശ്വതി ഉണ്ടോ എന്ന്. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? ഉണ്ട്, കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഡിസ്കണക്ട് ആയി. ഡിസ്കണക്ട് ആയതാണോ ലൈൻ കട്ട് ചെയ്താണോ? അതറിഞ്ഞൂടാ സർ. വീണ്ടും വിളിച്ചോ? ഇല്ല. ഹോട്ടലിൽ അശ്വതി ഉണ്ടോ എന്ന് അറിയണം. അതായിരിക്കും അയാളുടെ ഉദ്ദേശം. പിന്നെ പോയിക്കോളൂ. ശരി സർ. നമുക്കൊന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോയാലോ? സംഭവം നടന്നിട്ട് കുറെ ദിവസമായില്ലേ സാർ? ഇനി അത് ശരിയാ. എന്നാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാലോ? ഏതാ സർ ഡേറ്റ്? 3789. നമ്പർ എത്രയെന്നാ പറഞ്ഞത്? 87152. ദേ ഉണ്ട് സർ, 87152. ഒരു നമ്പർ കൂടി ഉണ്ട്, 353401. രണ്ടും ഒരാൾ വിളിച്ചാണോ? അതെ സർ. അതെങ്ങനെ മനസ്സിലായി? രണ്ടിന്റെ ചാർജ് ഒന്നിച്ചെഴുതിയിരിക്കുന്നത്. എത്ര മണിക്കാണ് വിളിച്ചതെന്നറിയാമോ? ഇതിൽ സമയം എഴുതാറ് പതിവില്ല സർ. ഏതാണ്ട് രാത്രി 8-9 മണിയാ കാണും. സമയം എഴുതാറ് പതിവില്ലെന്ന് താനല്ലേ പറഞ്ഞത്? പിന്നെ 8-9 മണിയാണെന്ന് എങ്ങനെ അറിയാം? അതല്ല സാർ, ഞാൻ രാത്രി 9 മണിക്കായി ഈ ബൂത്ത് ക്ലോസ് ചെയ്യുന്നത്. ഇതെന്ന് അവസാനം വിളിച്ച നമ്പരാ, അതുകൊണ്ടാ. ആളെ ഓർക്കുന്നുണ്ടോ? ഇല്ല സർ. ചാക്കോ, മോഹൻ കച്ചേരിപ്പടി. ശശി വൈറ്റില. രാജു എഴുന്നേറ്റു. ഇവിടുന്ന് പോകുന്ന എല്ലാ വണ്ടികളും
ഇതുപോലെ രജിസ്റ്റർ ചെയ്യാറുണ്ടോ? എല്ലാ വണ്ടിയും രജിസ്റ്റർ ചെയ്യാറില്ല, ഓട്ടോയും ടാക്സിയും. എന്തൊക്കെ പർട്ടിക്കുലേഴ്സാ ഇതുപോലെ എഴുതി വെക്കാറ്? അറിഞ്ഞിട്ട് എന്ത് വേണം? സോറി സാർ, മനസ്സിലായില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇതിൽ വണ്ടി നമ്പറും പാസഞ്ചറുടെ പേരും പോകുന്ന സ്ഥലവും സമയവും എഴുതാറുണ്ട് സാർ. ഒന്ന് നോക്കിക്കോട്ടെ. ശരി സാർ. ഹോട്ടൽ പ്രസിഡന്റ്, പക്ഷേ അത് ഉച്ചയ്ക്ക് 1:30. KCT 781 ഓട്ടോറിക്ഷ SJ നായർ ഹോട്ടൽ പ്രസിഡന്റ് 8:50 PM. ഈ ഓട്ടോ ഡ്രൈവറെ കണ്ടുപിടിക്കാൻ എന്താ വഴി? 10,000 ഓട്ടോറിക്ഷ ഉള്ളതാ, പെട്ടെന്ന് എങ്ങനെയാ? പോട്ടെ, താങ്ക് യു.